ഹലോ സാർ. ഹലോ. ശരണാലയത്തിൽ നിന്നായിരുന്നേ. ആ ഇന്നാണ് സാറിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ. അമ്മ കാത്തിരിക്കുക. സാർ വരില്ലേ? പിന്നെ മാസം കാശ് തരുന്നതും പോരാ, ഇനി തള്ളയുടെ ബർത്ത്ഡേക്ക് ഞാൻ കെട്ടിയെടുക്കണം പോലും. അത് പോയടി വെച്ചിട്ട് അവിടെ എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടി ഉള്ള ബർത്ത്ഡേ വെച്ചിട്ട് പോകും. ഹലോ സാർ. ഹലോ. ചിരി ചിരിയോ നിന്നും പരച്ചിരിയിൽ പിറന്നാൾ പിറയോ തുടി തുടിയോ നീ തൊടു തൊടി തൊടുക്കുന്ന തിരുവാതിരയോ പെണ്ണിൻ കുനുകുന ചിഹ്നം കുറനിര തഴുകന്റെ മുത്താര മുത്തായ മുത്തുമലർക്കാറ്റേ ചിരി ചിരിയോ നിന്നും പരച്ചിരിയിൽ പിറന്നാൾ പിറയോ തുടി തുടിയോ നീ തൊടു തൊടി തൊടുക്കുന്ന തിരുവാതിരയോ अरे वाह! आओ। ചിരി ചിരിയോ നിന്നും വരച്ചിരിയിൽ പിറന്നാൾ പിറയോ തുടി തുടിയോ നീ തൊടു തൊടി തൊടുക്കുന്ന തിരുവാതിരയോ പെണ്ണിൻ കുനുകുനി ചിഹ്നം കുറനിര തഴുകന്റെ മുത്താര മുത്തായ മുത്തുമലർക്കാറ്റേ
അവൻ വിളിച്ചായിരുന്നോ? എനിക്കറിയാം അവൻ വരില്ലെന്ന്. സാരില്ല, പക്ഷേ ഞാൻ ഭാഗ്യവതിയാ. ചുറ്റും നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നെ സ്നേഹിക്കാൻ. ഈ അമ്മയ്ക്ക് അത് മതി. വൃദ്ധസദനങ്ങളുടെയും അനാഥാലയങ്ങളുടെയും അകത്തളങ്ങളിൽ അകപ്പെട്ടുപോയ ആയിരക്കണക്കിന് അച്ഛനമ്മമാരുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത മക്കൾ ജീവിതത്തിന്റെ ഏതു കനകസിംഹാസനത്തിലിരുന്നാലും കാലം മറുപടി പറയിച്ചിരിക്കും. സൂപ്പർ, നല്ലൊരു മെസ്സേജ്. ശിവാനി ചേച്ചി സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഒരു ഗുഡ് മെസ്സേജ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് തന്നെ വലിയൊരു ഹാറ്റ്സ് ഓഫ്. അടിപൊളി മെസ്സേജ് ആയിരുന്നു. പിന്നെ എന്തായിരുന്നു എല്ലാരും കൂടെ? ഇതൊക്കെ ആരൊക്കെയാന്ന് നിങ്ങക്ക് വല്ല ഐഡിയ ഉണ്ടാ? എനിക്ക് ഒരാളെ മനസ്സിലായി, ശ്രേയയുടെ അമ്മ. ശ്രേയയുടെ അമ്മേനെ കണ്ടുപിടിച്ചു. എന്നാ ഇനി അടുത്തത് കൂടെ കണ്ടുപിടിക്കും. തേജസിന്റെ അമ്മയുണ്ട്. ഇല്ല ഇല്ല. ഇതാരാ? ഇത് ഇന്നലെ ഉണ്ടായിരുന്നല്ലോ. ശിവാനിയുടെ ശിവനന്ദയുടെ അമ്മ. ഇനി ഇത് നമ്മുടെ ആസ്ഥാന ഡാൻസ്. ഇവര് നമ്മുടെ ആൾക്കാരാണ്. അതെ. ഇനി ആ ഡാൻസ് കളിച്ച അമ്മ ആരാന്ന് മനസ്സിലായോ? ഇല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഇവിടെ കണ്ടസ്റ്റൻസ് ഒക്കെ ഇല്ല. ഒന്ന് ഗസ് ചെയ്. ആ ഒരു ഫേസ്, അശ്വതിയുടെ അമ്മയാണോ? നമ്മുടെ അച്ചുവിന്റെ അമ്മയാണത്. അമ്മ പേര് പറ. സുജാത. സുജാത. ഇനി അടുത്തത്. അതും ഇവിടെ ഒരാളുടെ അമ്മയാണോ? ആ ഷടാ, ഇവർ ഈ മുണ്ടുവേഷ്ടി കൊടുത്തിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അല്ലാതെ ഇവിടെ ഹൈടെക് ചുരിദാറൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് വരുന്ന ആൾക്കാരാ. ഓൾറെഡി മുന്നേ ഒരു പെർഫോമൻസിൽ വന്നതാണ്. ആ ഒരു ക്ലൂ തരാം. അർച്ചനയുടെ അമ്മ. അയ്യോ, ചിരിച്ച് തലയാട്ടിയപ്പോ മനസ്സിലായി, അത് തന്നെ, അർച്ചന തന്നെ. പിന്നെ ശ്രേയയുടെ അമ്മ. ഇനി അച്ഛന്മാരെ ഐഡന്റിഫൈ ചെയ്യൂ. ഷോ, സഞ്ജയുടെ അച്ഛൻ. പക്ഷെ എല്ലാരും സൂപ്പർ ആയിരുന്നു കേട്ടാ. കറക്റ്റ് ആയിരുന്നു. അഭിനയമൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ? എന്തായാലും താങ്ക് യു സോ മച്ച്. ചോദിക്കാം നമുക്ക്. ചോദിക്കാം. MG സാർ. ശിവാനി കുട്ടി സാർ നന്നായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസ് അറിയാവോ? ഞാൻ പറയാം. കൈതപ്പുറം സാർ, ലിറിക്സ്, ദാസേട്ടൻ, ഗംഗ. ഗംഗ നന്നായിട്ട് പാടുന്നൊരു ഫീമെയിൽ ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ ക്രോണിക് ബാച്ചിലർ. സംഗീതം ദീപക് ദേവ്. ദീപക് ദേവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് രണ്ട് കാര്യം പറയാനുള്ളത്. ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലെ ഒരു ഹിറ്റ് തന്നൊരു വ്യക്തിയാണ് വേൽമുരുക. പിന്നെ ഇതിനകത്ത് ഞാൻ പാടിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ എല്ലാ പടത്തിലും പാടിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും എല്ലാവരും ലാസ്റ്റിൽ ഗാനമേളയ്ക്ക് അവസാനം ഇത് ജനഗണമന പാടുന്ന പോലെ ഈ പാട്ട് പാടിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകാൻ പറ്റില്ല ഇപ്പോഴും. അപ്പോൾ താങ്ക് യു ദീപു, താങ്ക് യു വെരി മച്ച്. മോള് നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ പറയാതെ അവിടെ വന്നപ്പോഴാണ് മോക്ക് ആരോ പറയാതെ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ഒരു ഒരു ചാഞ്ചാട്ടം വന്ന്. അതെന്ത് പറ്റി? അല്ല, അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയി നിന്ന് പാടിയതിന്റെ. അവിടെ അതും അപ്പുറത്തെ ചരണത്തിലും വന്നായിരുന്നു സെയിം. അതൊന്ന് കറക്റ്റായിട്ട് നിർത്തി. അതായത് ഇല്ല, പറയാതെ സനി തണലായി നിസനിപ്പ പാടി നിൻ ഇനി ചരണം. കണ്ണെത്തും ദൂരത്ത് കൺമണി നീ വാഴേണം, ഇന്നും നീ എന്നരികിൽ വളരേണം. കണ്ണെത്തും ദൂരത്ത് കൺമണി നീ വാഴേണം, ഇന്നും നീ എന്നരികിൽ വളരേണം. ഓക്കെ 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 ഓക്കെ.
ഇടയ്ക്ക് ഉമ്മെല്ലാം പാടിയായിരുന്നു. ആ കണ്ണെത്തും അത് കണ്ണെത്തും എന്ന വാക്കാണ്. ദൂരത്ത് അങ്ങനെ വല്ലതും പാടിയായിരുന്നു അല്ലേ? കുഴപ്പമില്ല, മിസ്സായിപ്പോയി. നല്ലത്. നല്ല കേട്ടോ, നല്ല. കാരണം നമ്മൾ എവിടെ പാടിയാലും, ഇപ്പൊ ഇവിടെ പാടിയാലും ശരി, ഒരു പ്രോഗ്രാമിന് പാടിയാലും ശരി, ഫില്ല് ചെയ്തങ്ങ് പോകണം, ആരും അറിയരുത്, അത്രേ ഉള്ളൂ. എന്തായാലും ഇത് ശകലം അറിഞ്ഞു, കുഴപ്പമില്ല. എന്തായാലും ഒരു വാക്ക് മിണ്ടാതടാ പാടിയില്ലല്ലോ. അവന് മാത്രമേ പറ്റത്തുള്ളൂ, ദോഷക്കാരന്. മിണ്ടാതടാ. അപ്പോൾ എന്തായാലും മോളെ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഈ തീം ഒരു ബ്യൂട്ടിഫുൾ തീമാണ്. ഇത് ആരെഴുതിയതാണെങ്കിലും ആരുടെ തലയിൽ ഉദിച്ചതാണെങ്കിലും അത് ഇത്തിരി ടച്ചിങ് ആണ്. എങ്കിലും ഈ പാട്ട് വന്നപ്പോഴത്തേക്ക് അത് കുറച്ചൊരു ഒരു പെപ്പി സോങ് വരികയും കേക്ക് മുറിക്കുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് അതങ്ങ് മാറി. എങ്കിലും അവസാനം ആ വേർഡ് വന്നപ്പോഴത്തേക്ക് അതിനകത്തൊരു ചെറിയ ഒരു തുള്ളി കണ്ണുനീര് അവിടെ വീണു. അത് വേണം. ഇത് കേട്ടിട്ടോ കണ്ടിട്ടോ അച്ഛനമ്മമാരെ ബഹുമാനിക്കുകയും അവരാണ് നമ്മളെ വളർത്തിയത്, അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. താങ്ക് യു സർ. ഷാനിക്ക. ശിവാനി സാർ നന്നായിട്ട് പാടി ശിവാനി. സാർ എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തു ഒരു ഭയങ്കര ടയേർഡ്നെസ് ഫീൽ ചെയ്തു ശിവാനി. ഒരു ഭയങ്കര ഒരു എക്സേഷൻ പോലെ ഫീൽ ചെയ്തു. മെയിനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ഹൈസ് പോകുന്ന പോർഷൻസിലാണ് കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തത്. തുടുക്കുന്ന അതല്ലേ എൻ്റെ പല്ലവിയുടെ ഹൈ വരുന്നത്. അതുപോലെ അനുപല്ലവിൻ്റെ മേജർ പോർഷൻസ് ഒക്കെ അവിടെ ഹൈ റേഞ്ചിലാണ് കിടക്കുന്നത്. അപ്പം അവിടെ കുറച്ചൊന്ന് ശിവാനി സ്ട്രഗിൾ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. ഫസ്റ്റ് ഫോൺ കോൾ തൊട്ട് നമ്മൾ ആ ആക്ടിനകത്തായിരുന്നു, ആ ടെയിൽ എൻഡ് വരെ. ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ശിവാനി. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ശരത് സാർ. ശിവാനി, സാർ ഒരു അർത്ഥമുള്ള പെർഫോമൻസ്. അച്ഛനെ അമ്മയെ വേദനിപ്പിച്ച ഒരുത്തനും അല്ലെങ്കിൽ ഒരുത്തിയും അതിനുള്ള ശിക്ഷ അനുഭവിക്കാതെ ഇവിടുന്ന് പോകത്തില്ല. എനിക്കത് അറിയാം. ഞാൻ കുറച്ച് ഇമോഷണൽ ആവുന്ന ഞാൻ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ അവരൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് വലിയ വിഷമമാണ്. കേൾക്കുന്നവർ ഇനിയും മനമാറ്റമെങ്കിലും ഉണ്ടായി അവരെയൊക്കെ ഈ കളഞ്ഞവരെയൊക്കെ ഒന്ന് പോയി കാണുകയെങ്കിലും ചെയ്യണം ദയവ് ചെയ്ത്. ഇത് നമ്മുടെ പ്രാർത്ഥനയാണ്, നമ്മൾ പറയുകയല്ല. നമുക്ക് പാട്ടിലേക്ക് വരാം. ഈ അനുപല്ലവി മുഴുവനും കയ്യിൽ നിന്ന് അങ്ങ് പോയി. അത് മനസ്സിലായോ? എല്ലാം മുകളിലുള്ള ഏരിയ മുഴുവൻ അത് കൃത്യമായിട്ട് ശിവാനിക്ക് അങ്ങോട്ട് പാടാൻ പറ്റിയില്ല. ഇതൊക്കെ വൃത്തിയായിട്ട് പാടി. ഇപ്പോൾ എം ജി എണ്ണം പാടിച്ചപ്പോൾ മനോഹരമായിട്ട് പാടി. ആ സംഗതികൾ വരെ ഉഗ്രായിട്ട് പാടി. അതങ്ങ് കൈവിട്ട് പോയി. അതുപോലെ തന്നെ ചരണവും മുകളിലുള്ളത് പിന്നെ അത് കുഴപ്പമില്ല, അതെങ്കിലും പാടിയല്ലോ. അതൊക്കെ രസമായിരുന്നു ശിവാനി. പക്ഷേ ഈ എല്ലാം ഈ അനുപല്ലവി ചരണം എന്ന് പറഞ്ഞ എല്ലാം മുകളിലല്ലേ. അപ്പോൾ അവിടെ കുറച്ചും കൂടെ ഒന്ന് നന്നാക്കാമായിരുന്നു. അത്രേ ഉള്ളൂ. എന്തൊക്കെയാലും നല്ല കോൺസെപ്റ്റ്, എല്ലാവരും മനോഹരമായിട്ട് ചെയ്തു. താങ്ക് യു. താങ്ക് യു സർ. ചേച്ചി. ശിവാനി പെണ്ണേ, എന്തോ എന്റെ ഫേവറേറ്റ് സോങ് ആണിത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. താങ്ക് യു ഫോർ ദിസ് ലവ്ലി സോങ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർക്കുന്ന ദാസങ്കളുടെ കൂടെ ഞാനിത് സ്റ്റേജിൽ ഇത് റിലീസായ സമയത്ത് ഞാൻ സ്റ്റേജിൽ പാടാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് എനിക്ക് ഈ ഓവർ സ്ഫുടത എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ദാസങ്കൾ പറഞ്ഞു എല്ലാം ഞാൻ സ്ഫുടമായിട്ട് പാടാനുള്ള ശ്രമം നടത്തും. അപ്പോൾ ഈ യോ 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 അതുണ്ടല്ലോ, ഞാൻ യോ 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 മോളെ നിന്ന് ഇങ്ങനെ എന്തിനാ ഇത്രമാത്രം സ്ഫുടമാക്കണ്ട. അപ്പോൾ ഇത് ഈ പാട്ട് ആ സമയത്ത് ഭയങ്കര ഹിറ്റാണല്ലോ. അപ്പോൾ അത് കുറേ വേദികളിൽ പാടിയിട്ടുണ്ട്. അങ്കിളുടെ കൂടെ തന്നെ പാടാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് അതൊക്കെ ഭയങ്കര ഓർമ്മയാണ്. വെച്ചാൽ അതിൽ മമ്മൂക്ക വരുന്നൊരു സീനുണ്ട്. എന്ന് വെച്ചാൽ ദാസങ്കളുടെ ശബ്ദം കയറി വരുമ്പോൾ നമുക്കൊക്കെ കോരിത്തരിക്കും. അത് തിയേറ്ററിൽ പറയാതെ എന്നുള്ള ആ സംഭവമില്ലേ, അപ്പോഴാ മമ്മൂക്കയുടെ എൻട്രി. അതൊരു ഭയങ്കര ഫീലായിരുന്നു തിയേറ്ററിൽ അത് കാണുമ്പോൾ. എനിക്ക് ആ ഇത്രയും ആക്ടിവിറ്റി ചെയ്തതിൻ്റെ ഇടയിൽ കുറച്ച് ഒന്ന് കിതച്ചു. കാരണം ഇത് ഡ്യുവറ്റ് അല്ലേ. ഒന്നാമത് ഇത് ഡ്യുവറ്റായിട്ട് പാടുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒറ്റയ്ക്ക് എല്ലാ വരിയും കൂടെ കടപടയെന്ന് പാടുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും മോള് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കിയത്. ഇടയിൽ ലിറിക്സ് അങ്ങ് മറന്നുപോയി അല്ലേ, ഇമോഷണലായി. അതിൻ്റെ ഇടയിൽ അതങ്ങ് മറന്നുപോയി, വിട്ടുപോയി. കുഴപ്പമില്ല, സാറില്ല. എന്തായാലും ഒരു ആഘോഷമായിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തു. അമ്മമാരൊക്കെ വന്ന് ഇവിടെ ഡാൻസ് ചെയ്തതൊക്കെ ശരിക്കും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമായിരുന്നു. ഞാനും ഇതുപോലെ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പാടാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ അവർ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. നമ്മൾ കുറച്ച് നേരമേ അവരുടെ കൂടെ ഇരിക്കുന്നുള്ളൂ. എന്നാലും ഇറങ്ങി പോവാൻ സമയം നമ്മുടെ കൈ പിടിച്ചിട്ട് മോള് പോവുകയാണോ, ഇനി വരുമോ, ഇനി എപ്പോൾ വരും, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ്. അപ്പം നമുക്ക് തന്നെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയാണ്. കാരണം അവർ നമ്മുടെ സാമീപ്യം
ആഗ്രഹിക്കുന്നു, ആരെങ്കിലും കൂടെ ഇരിക്കണം എന്നുള്ള വലിയ ആഗ്രഹം. ശരിക്കും ഈ കൂട്ടുകുടുംബമൊക്കെ ഉണ്ടല്ലോ പണ്ട് കാലത്ത്, കൂട്ടുകുടുംബത്തിന്റെ ഒരു ഭംഗി അതായിരുന്നു. അടിപിടി വാളം കുശുമ്പ് ഇതൊക്കെ ഉണ്ടാവും ഫാമിലിക്ക് അകത്ത്, എന്നാലും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു സന്തോഷം തന്നെയാണ്. അങ്ങനെ ഒരു കാലം ഉണ്ടാവട്ടെ. ഗോഡ് ബ്ലെസ് യു മോളെ ഫോർ ദിസ് വണ്ടർഫുൾ കോൺസെപ്റ്റ്. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഷാനിക. ശിവാനി സാർ 8.6. താങ്ക് യു സാർ. താങ്ക് യു. ശരത് സർ. ശിവാനി സാർ 8.7. താങ്ക് യു ചേച്ചി. ശിവാനി ചേച്ചി. ഈ കോൺസെപ്റ്റിന് എല്ലാം കൂടി 8.8. താങ്ക് യു. എം ജി സർ. ഒരു കേക്ക് മാർക്ക്. ഓക്കെ. ഓ സാർ. ഓക്കെ. കേക്ക് വാക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 26.1. താങ്ക് യു. ഓക്കേടാ. ശിവാനിയുടെ ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും ആ ഒരു എഫക്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലേ. അതെ. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല, ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ. പക്ഷെ ആ സമയത്താണ് ഞാനിങ്ങനെ നമ്മുടെ സർക്കാരിന്റെ പാലിയേറ്റീവ് കെയർ പദ്ധതിയെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. റീസെന്റ് നമ്മളൊരു ടോക്കിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കായിരുന്നു. സർ, ശരിക്കും ഇത് ആദ്യമായിട്ട് എവിടെയാണ് സർ സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയോ? പാറു, ഇന്ത്യയില് ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം കൊണ്ടുവന്ന 2008 കേരളത്തിലാണ്. അത് നമുക്ക് അഭിമാനിക്കാം അതെ, ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO അവരുടെ അഫിലിയേഷനും കിട്ടിയിരിക്കുകയാണ് ആഹാ. 2024. ഇതൊക്കെ വലിയ വലിയ അച്ചീവ്മെന്റ്സ് ആണ്. അതെ, തീർച്ചയായിട്ടും. ഷാൻ, അത് മാത്രമല്ല നമ്മുടെ ഗവൺമെന്റ് അതെ, ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ ചെയ്യുന്നുണ്ട്. അതെ, അതായത് സർക്കാർ മേഖലയിൽ 1141 പ്രാഥമിക യൂണിറ്റുകൾ, പ്രധാന ആശുപത്രികളിൽ 113 സെക്കൻഡറി ലെവൽ യൂണിറ്റുകൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിൽ 231 യൂണിറ്റുകൾ, 8 മെഡിക്കൽ കോളേജുകളിൽ RCC, MCC എന്നിവിടങ്ങളിലും വിപുലമായ സംവിധാനങ്ങൾ, കൂടുതൽ പദ്ധതികൾ ലക്ഷ്യമിട്ടുകൊണ്ട് ശാസ്ത്രീയ പരിചരണം, പാലിയേറ്റീവ് യൂണിറ്റുകൾക്കായിട്ട് ക്വാളിറ്റി കൺട്രോൾ സംവിധാനം, വയോജന പരിചരണവും സാന്ത്വന പരിചരണവും സംയോജിപ്പിക്കുക. ഇങ്ങനെ കുറേ പദ്ധതികളുടെ പ്ലാൻ നമ്മുടെ ഗവൺമെൻറ് ഇട്ടിട്ടുണ്ട്. അല്ല, നമ്മുടെ സർക്കാരിന് ഒരുപാട് നന്ദി പറയണം. ഇതുപോലത്തെ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നതിന് ഒരുപാട് നന്ദി പറയാണ്. കാരണം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ സാർ നേരത്തെ പറഞ്ഞ പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇല്ല. ഇപ്പൊ ഇത് കൂടി വരുന്നത് കൊണ്ടാണ് നമ്മുടെ സർക്കാർ പോലും ഇത്തരം പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നത്. അതെ, അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി സർക്കാരിന്.